ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊക്കെ ബോട്ടിൽസ് ആണ് പെൻസിൽ കറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ചെറിയ കീച്ചെയിൻ ബോട്ടിൽ മുതൽ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മെസ്സേജ് ബോട്ടിൽസിന്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ? തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ പെൻസിൽ കറങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ കീച്ചെയിൻ ബോട്ടിൽ മുതൽ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ബോട്ടിൽസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായി കാണാം. അപ്പോൾ നമ്മൾ മെസ്സേജ് ബോട്ടിൽ എന്ന് പറയുന്ന ബോട്ടിലാണിത്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നൊരു ബോട്ടിലാണ്. പെൻസിൽ കറങ്ങിന് വേണ്ടിയിട്ട് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നോക്കി കഴിഞ്ഞാൽ പാരീസ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു കവറാണ് ഇതിൻ്റെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പെൻസിൽ കറങ്ങിന് കൂടുതലായി യൂസ് ചെയ്യുന്ന മെസ്സേജ് ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മേടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ ഒരു സെറ്റിൽ വന്നിട്ട് ഒരു 12 ബോട്ടിലായിരിക്കും ഇതിൽ തരിക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബീറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ബോട്ടിലാണ്. അതിൽ നമ്മൾ കോർക്കും കൂടി കഴിഞ്ഞ് വെച്ചാൽ ഒരു 6 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 6 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു 5.5 സെൻറ്റിമീറ്ററിനുള്ളിലാണ് പെൻസിൽ സെറ്റ് ചെയ്യുക. കാരണം പെൻസിൽ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അത് ബാക്കിൽ തട്ടിയിട്ട് പൊട്ടാൻ കൂടുതലാണ്. അപ്പോൾ ഈ മെസ്സേജ് ബോട്ടിലെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിലും വാങ്ങാം, അതുപോലെ തന്നെ ഇവിടെ ഗിഫ്റ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണത്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ഒക്കെ നോക്കിയെടുക്കാം. അപ്പോൾ ഈ മെസ്സേജ് ബോട്ടിലെ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് കോർക്കാണ്. ഇത് ജസ്റ്റ് ഒരു വുഡിൻ്റെ കോർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. ഇതിലാണ് പെൻസിൽസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണത്. പിന്നെ ഈ ഒരു ഷെല്ല് എന്ന് വെച്ചാൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യും. അത് കറക്റ്റായിട്ട് തന്നെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ മാത്രം ഇത് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇത് ലോങ് ആയിട്ടുള്ള ഡെലിവറിക്കൊന്നും യൂസ് ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഷെല്ലിന് അത്യാവശ്യം കനമുണ്ട്, ഒരു കട്ടിയുണ്ട്. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര അതിന് വെയിറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു വെയിറ്റുള്ള സംഭവം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ ലെഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ലോങ് ആയിട്ടുള്ള ഡെലിവറി ഒക്കെ കൊടുക്കുന്ന സമയത്ത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യില്ല. പിന്നെ ഈ ഒരു മെസ്സേജ് പേപ്പർ, ഇത് ജസ്റ്റ് ഒരു പേപ്പർ തന്നെയാണ്. പക്ഷേ നമുക്കൊരു ഡെക്കറേഷന് ഈ പേപ്പറിലൊന്നും എഴുതിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ, നമുക്കൊരു ബ്രൗൺ പേപ്പറാണ് നോർമലി കിട്ടുക. ബ്രൗൺ പേപ്പേഴ്സ് ഇല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ പേപ്പർ കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നോർമലായിട്ടുള്ള മെസ്സേജ് ബോട്ടിൽ, ഈ ഒരു 7 സെൻറ്റിമീറ്റർ മെസ്സേജ് ബോട്ടിലുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്ന മെസ്സേജ് ബോട്ടിൽ അല്ലെങ്കിൽ പെൻസിൽ കർവിന് യൂസ് ചെയ്യുന്ന ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള മെസ്സേജ് ബോട്ടിലിനെ വെച്ചിട്ട് ഹൈറ്റ് കുറവാണ്, ലെങ്ത്ത് കുറവാണ്. ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തൊക്കെയാണ് ഈ ഒരു ബോട്ടിലിൻ്റെ സൈസ് അല്ലെങ്കിൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു 4 സെൻറ്റിമീറ്റർ 4.5 സെൻറ്റിമീറ്റർ നമുക്ക് പെൻസിൽ വെക്കാനൊക്കെ പറ്റും. ചെറിയ ലെറ്റേഴ്സ് നമ്മൾ കീ ചെയിനിനെ അപേക്ഷിച്ച് പിന്നെയുള്ള ലെറ്റേഴ്സൊക്കെ ഇതിലാണ്. അപ്പോൾ ഈ ഒരു കോർക്ക്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കളർ ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോണുകൾ നമ്മൾ ഒരു ഡെക്കറേഷന് വേണ്ടി കൊടുക്കുന്നത്. പക്ഷേ ഇത് ഈ ബോട്ടിൽ യൂസ് ചെയ്ത് വെച്ചാൽ ഒരു പൊടി പോലെ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു പൊടി പോലെ നമ്മളത് യൂസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബോട്ടിലൊരു മങ്ങിയ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലായിട്ട് നമ്മൾ കളർ ബീഡ്സ് തന്നെയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബോട്ടിൽസ് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ലെറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ പെൻസിൽ കറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ബോട്ടിൽസാണ് കീ ചെയിൻ ബോട്ടിൽസ് എന്ന് പറയുന്നത്. ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു ടൈനി ബോട്ടിൽസാണ്, ചെറിയ ബോട്ടിൽസ്. ഇങ്ങനത്തെ ഒരുപാട് ബോട്ടിൽസ് ആയിരിക്കും നമ്മളൊരു ആമസോണിൽ മേടിക്കുന്ന സമയത്ത് ഒരു 50 പീസിൻ്റെ 50 ബോട്ടിൽസ് ഉള്ളൊരു പീസാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ കുറേ ഗ്ലിറ്ററിങ് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ തന്നെ. ഒരു 2 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത്. നമ്മളിതിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇതായിട്ടുള്ള പെൻസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഈ ഒരു ഓപ്പൺ നമ്മൾ അതിൽ കോർക്ക് കണ്ട പോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ പെൻസിൽ ലെഡ് ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം പിന്നെ അതിലേക്ക് പെൻസിൽ ലെഡ് ഇറക്കി വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ബോട്ടിൽസാണ് കൂടുതലും കീ ചെയിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ലെറ്റേഴ്സിൻ്റെ പെൻസിൽ കറിങ്ങൊക്കെ ഈ ഒരു ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ കീ ചെയിൻ ബോട്ടിലിൽ ഇതുപോലെയുള്ള ത്രെഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഹാങ്ങിങ്ങിനുള്ള ത്രെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് 6B to 8B പെൻസിൽസാണ്. അതിൻ്റെ ലെഡിൻ്റെ വിഡ്ത്തും കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഒരു കീ ചെയിൻ ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് ഒരു കീ ചെയിൻ മോഡൽ ചെയ്യുന്നത് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ചെറിയ നെയിംസൊക്കെ കാർവിങ് ചെയ്ത് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മുടെ മെസ്സേജ് ബോട്ടിൽ ഇല്ലെങ്കിൽ മെസ്സേജ് ബോട്ടിൽ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഹോമിയോ ബോട്ടിലാണ്. നമ്മുടെ ഹോമിയോ ഗുളികയൊക്കെ തരുന്ന ജസ്റ്റ് നോർമൽ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചെറിയ ബോട്ടിൽസൊക്കെ നമുക്ക് പെൻസിൽ കറങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെയ്ത ഒരു പിക്കാണത്, അല്ല ഒരു വർക്കാണത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നോർമലായിട്ട് നമ്മുടെ മെസ്സേജ് ബോട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെൻസിലിൽ ആദ്യം
ഒരു എന്താ പറയുക സെല്ലോ ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ചുറ്റിയ ശേഷം പിന്നീട് അതിൽ സെറ്റ് ചെയ്ത ശേഷമാണ് വെക്കുന്നത്. ഒരിക്കലും അതിൻ്റെ മൂടിയിൽ നമ്മൾ വെക്കാൻ പറ്റില്ല, അടപ്പിൽ വെക്കാൻ പറ്റില്ല. പിന്നെ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലും ശരിക്കും ഒരു ഹോമിയോ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് മെസ്സേജ് ബോട്ടിൽ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഹൈറ്റും ലെങ്ത്തും കാര്യങ്ങളും ഒരു 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ച് നമ്മൾ അപ്പോഴേ നോക്കി ചെറിയൊരു മെസ്സേജ് ബോട്ടിൽ പോലെ 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ബോട്ടിൽ എന്ന് പറയുന്നത് ഇൻസുലിൻ ബോട്ടിലാണ്. അപ്പോൾ ഇൻസുലിൻ്റെ മെഡിസിനിലുള്ള ഒരു ബോട്ടിലായിരുന്നു അത്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്തെടുത്താണ്. ഇങ്ങനെയല്ല ശരിക്കും ഇതിൻ്റെ ഒരു മോഡലുള്ളത്. അപ്പോൾ ഞാനത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ അല്ലെങ്കിൽ ഇതിലെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6.5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉണ്ട്. പക്ഷേ നോർമലായിട്ടുള്ള ബോട്ടിൽസിനെ അപേക്ഷിച്ച് വിഡ്ത്ത് കുറവാണ്. അതുപോലെ തന്നെ ഇത് 2 സൈഡും ഓപ്പണാണ്. നമുക്കിതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടപ്പോ അല്ലെങ്കിൽ കോർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സെറ്റ് ചെയ്യുന്നത് തന്നെ പെൻസിലിൽ ഇൻസുലേഷൻ ടേപ്പ് അങ്ങനെ എന്തെങ്കിലും ചുറ്റിയ ശേഷമാണ് വെക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്, അതുകൊണ്ട് തന്നെ നോർമലായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മെസ്സേജ് ബോട്ടിൽ പകരം യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് ബോട്ടിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെസ്സേജ് ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ ബോട്ടിൽസാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെൻസിൽ കറങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് എന്ന് പറയുന്നത്. ചെറിയ കീചെയിൻ ബോട്ടിൽ മുതൽ മെസ്സേജ് ബോട്ടിൽസും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് ബോട്ടിൽസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.